കളിക്കളത്തിൽ പന്തുകൊണ്ട് കവിത രചിക്കുന്ന മാന്ത്രികരുടെ പിൻഗാമിയായി ബാഴ്സലോണയുടെ ലാമാസിയ വളർത്തിയെടുത്ത ഒരു വിസ്മയമാണ് ലാമിൻ യമാൽ. വെറുമൊരു കൗമാരക്കാരനായല്ല, മറിച്ച് ലോക ഫുട്ബോളിന്റെ ഭാവിയെ തന്റെ ഇടതുകാലിന്റെ ചടുലതയിൽ കോർത്തെടുത്ത ഒരു പോരാളിയായാണ് ലാമിൻ യമാൽ ഇന്ന് അറിയപ്പെടുന്നതും. റെക്കോർഡുകൾ ഒന്നൊന്നായി വഴിമാറുന്ന ഈ ജൈത്രയാത്രയിൽ എതിരാളികളുടെ പ്രതിരോധ കോട്ടകളെ തരിപ്പണമാക്കുന്ന ലാമിന്റെ ശൈലിക്ക് ആധുനിക ഫുട്ബോളിൽ തുല്യതകളില്ല. കളിക്കളത്തിൽ ചിറകു വിരിച്ച് പറക്കുന്ന ഒരു മാന്ത്രികനെ പോലെയാണ് പലപ്പോഴും ലാമിൻ യമാൽ. വെറും കൗമാരപ്രായത്തിൽ തന്നെ ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്കുള്ള ഈ കുതിച്ചുചാട്ടം വെറും ഒരു ഭാഗ്യമല്ല, മറിച്ച് അസാമാന്യമായ പ്രതിഭയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ്. മെസ്സി എന്ന ഇതിഹാസത്തിന്റെ നിഴലിൽ വളർന്ന് ഇന്ന് സ്വന്തം പേരിൽ ചരിത്രമെഴുതുന്ന ഈ സ്പാനിഷ് വിസ്മയം കാണികളെ ആവേശത്തിന്റെ മുൾമുനയിൽ ഓരോ സമയത്തും നിർത്തുന്നുമുണ്ട്. ഓരോ തവണയും പന്തവന്റെ കാലുകളിൽ എത്തുമ്പോൾ ഗാലറിയിൽ ഒരു ഇരമ്പൽ ഉയരാം. അത് വരാനിരിക്കുന്ന ഒരു ഗോളിലേക്കോ അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ട്രിബ്ലിംഗിലേക്കോ ഉള്ള സൂചനയാണ്. യമാലിന്റെ ഏറ്റവും വലിയ കരുത്ത് അവന്റെ അസാമാന്യമായ ട്രിബ്ലിംഗ് പാടവം തന്നെയാണ്. വലത് വിങ്ങിൽ നിന്നും പന്തുമായി അകത്തേക്ക് കയറി വരുന്ന അവന്റെ ശൈലി പ്രതിരോധ നിരയുടെ ഉറക്കം കെടുത്തുന്നതാണ്. പന്തിന്മേലുള്ള അചഞ്ചലമായ നിയന്ത്രണം അവനെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ളവനായി മാറ്റുന്നുമുണ്ട്. കളിയുടെ ഗതി കൃത്യമായി മനസ്സിലാക്കാനും നിർണായകമായ പാസുകൾ നൽകുന്നതിനുമുള്ള അവന്റെ കഴിവിനെ ജീനിയസ് എന്ന് മാത്രമേ വിശേഷിപ്പിക്കാനാവൂ. യൂറോ കപ്പിൽ അവൻ തീർത്ത വിസ്മയങ്ങൾ ഇതിനെല്ലാം അടിവരയിടുന്നതാണ്. എന്നാൽ ഈ അഗ്നിപർവ്വതത്തിന് ചില പരിമിതികൾ നേരിടാനുണ്ട്. പ്രധാനമായും അവന്റെ ശാരീരിക ക്ഷമതയും പ്രായവുമാണ്. കടുത്ത ശാരീരിക പോരാട്ടങ്ങൾ നടക്കുന്ന യൂറോപ്യൻ ലീഗുകളിൽ ഒരു കൗമാരക്കാരന്റെ ശരീരം എത്രത്തോളം ആഘാതങ്ങൾ താങ്ങുമെന്നത് വലിയ ചോദ്യചിഹ്നമാണ്. പരിക്കുകളുടെ ഭീഷണി എപ്പോഴും ഈ കുഞ്ഞു നക്ഷത്രത്തിന് ചുറ്റുമുണ്ട്. കളിക്കളത്തിലെ അനുഭവ സമ്പത്തിന്റെ കുറവ് ചില സമ്മർദ്ദ ഘട്ടങ്ങളിൽ പ്രകടമാവുന്നുമുണ്ട്. പക്വതയോടെയുള്ള ഫിനിഷിംഗിലും പ്രതിരോധപരമായ ചുമതലകളിലും അവൻ ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്നത് സത്യവുമാണ്. മനോഭാവത്തിന്റെ കാര്യത്തിൽ യമാൽ ഒരു യഥാർത്ഥ പോരാളിയാണ്. തോൽവി സമ്മതിക്കാൻ മടിക്കുന്ന ആ അഗ്രസീവ് ശൈലി അവനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നുണ്ട്. എതിരാളികൾ എത്ര കരുത്തരാണെങ്കിലും അവരെ വെല്ലുവിളിക്കാനുള്ള ആർജവം അവന്റെ കണ്ണുകളിൽ എപ്പോഴും കാണാം. ലാമാസിയയുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന യമാൽ ബാഴ്സലോണയുടെയും സ്പെയിനിന്റെയും ഭാവി പ്രതീക്ഷകളുടെ വലിയൊരു ഭാരമാണ് സ്വന്തം ചുമലിലേറ്റുന്നത്. ആ ആത്മവിശ്വാസം തന്നെയാണ് ഗ്രൗണ്ടിൽ അവനെ ഒരു വേട്ടക്കാരനാക്കുന്നതും. യമാലിന്റെ വളർച്ച ഫുട്ബോൾ ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. പ്രതിഭയ്ക്ക് പ്രായം ഒരു തടസ്സമല്ല. ചരിത്ര പുസ്തകങ്ങളിലെ റെക്കോർഡുകൾ ഒന്നൊന്നായി തിരുത്തിക്കുറിക്കുന്ന ഈ പയ്യൻ വരാനിരിക്കുന്ന ഒരു സുവർണ കാലഘട്ടത്തിന്റെ വിളംബരമാണ്. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടും ശാരീരികപരമായ പരിമിതികളെ മറികടന്നും മുന്നേറിയാൽ ഫുട്ബോൾ സിംഹാസനത്തിൽ യമാലിന്റെ പേര് സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടും എന്ന കാര്യം തീർച്ചയാണ്.